കാലിഫോർണിയയിലെ ഒരു കഞ്ചാവ് കൃഷിയിടത്തിൽ US ഇമിഗ്രേഷൻ ഏജന്റുമാർ നടത്തിയ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. റെയ്ഡിനിടെ ഒരു തൊഴിലാളി മരിക്കുകയും 200ഓളം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കും നിയമപരമായ ഇടപെടലുകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ജൂലൈ 10-നാണ് കാലിഫോർണിയയിലെ കാമറിലോയിലെ ഗ്ലാസ് ഹൗസ് ഫാംസിലും കാർപ്പിൻറ്റേരിയയിലുമായി സ്ഥിതി ചെയ്യുന്ന കഞ്ചാവ് കൃഷിയിടങ്ങളിൽ വലിയ തോതിലുള്ള റെയ്ഡുകൾ നടന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. സൈനിക വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നൂറുകണക്കിന് ഫെഡറൽ ഏജന്റുമാർ റെയ്ഡിന് എത്തിയിരുന്നു. കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്താൻ അവർക്ക് വാറണ്ടുമുണ്ടായിരുന്നു. ഈ റെയ്ഡിനിടെ ഏകദേശം 200 രേഖകളില്ലാത്ത തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട്. 10 കുടിയേറ്റക്കാരായ കുട്ടികളെയും അവിടെ കണ്ടെത്തിയിരുന്നു. കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും മനുഷ്യക്കടത്ത് തടയാനുമാണ് റെയ്ഡ് നടത്തിയതെന്നാണ് DHS അവകാശപ്പെടുന്നത്. റെയ്ഡിനെ എതിർത്ത് ഏകദേശം 500ഓളം പ്രതിഷേധക്കാർ സ്ഥലത്തെത്തി. പ്രതിഷേധക്കാർക്കു നേരെ ഫെഡറൽ ഏജന്റുമാർ കണ്ണീർ വാതകം, ഗ്രനേഡുകൾ, റബ്ബർ ബുള്ളറ്റുകൾ എന്നിവ പ്രയോഗിച്ചു. അറസ്റ്റിലായ തൊഴിലാളികളെക്കുറിച്ചറിയാൻ അവരുടെ കുടുംബാംഗങ്ങളും ആക്ടിവിസ്റ്റുകളും റെയ്ഡ് നടന്ന സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. കാമറിലോയിൽ നടന്ന റെയ്ഡിനിടെയാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. ജേമി അലാനീസ് ഗാർസിയ എന്ന 58 വയസ്സുള്ള മെക്സിക്കൻ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏജന്റുമാരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് 30 അടി താഴേക്ക് വീഴുകയായിരുന്നു. ജൂലൈ 11-ന് അദ്ദേഹം മരിച്ചെന്ന് യുണൈറ്റഡ് ഫാം വർക്കേഴ്സ് യൂണിയൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രി അധികൃതർ ഇത് നിഷേധിച്ചു. അദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചികിത്സയിലാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ജൂലൈ 11, 2025-ന് US ഡിസ്ട്രിക്ട് ജഡ്ജി മാമെ എവൂസി മെൽസ ഫ്രിംപോങ് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. സഡൻ കാലിഫോർണിയയിലെ ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനുകളെ ഗണ്യമായി നിയന്ത്രിക്കുന്നതാണ് ഈ വിധി. ഈ വിധി പ്രകാരം ഫെഡറൽ ഏജന്റുമാർക്ക് മതിയായ സംശയമില്ലാതെ ആളുകളെ തടയാനോ അറസ്റ്റ് ചെയ്യാനോ കഴിയില്ല. ആളുകളുടെ നിറം, വംശം, ഭാഷയിലെ ഉച്ചാരണം, ബസ് സ്റ്റോപ്പുകൾ, കാർ വാഷുകൾ, കൃഷിയിടങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ, ജോലിയുടെ തരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംശയം തോന്നാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ ലോസ് ഏഞ്ചൽസിലെ ഡൗൺ ടൗൺ ഡിറ്റൻഷൻ ഫെസിലിറ്റിയിൽ തടങ്കലിൽ കഴിയുന്നവരെ അറ്റോർണിയുമായി ബന്ധപ്പെടാനും രഹസ്യമായി ഫോണിൽ സംസാരിക്കാനുമുള്ള സൗകര്യം നൽകണമെന്ന് വിധിയിൽ പറയുന്നു. ഫെഡറൽ ഏജൻസികൾ ഭരണഘടനയുടെ 4-ാമത്തെയും 5-ാമത്തെയും ഭേദഗതികൾ ലംഘിച്ചുവെന്ന് ജഡ്ജി ഫ്രിംപോങ് കണ്ടെത്തി. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുക, വംശീയമായ വിവേചനം നടത്തുക, നിയമപരമായ സഹായം നിഷേധിക്കുക, മതിയായ കാരണമില്ലാതെ ആളുകളെ തടങ്കലിൽ വെക്കുക തുടങ്ങിയവ ഇതിന് തെളിവുകളായി ചൂണ്ടിക്കാട്ടി. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെ 7 കൗണ്ടികളെ ഈ വിധി ബാധിക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്ന സിവിൽ റൈറ്റ്സ് സംഘടനകൾക്ക് ഇതൊരു വലിയ നിയമപരമായ വിജയമാണ്. DHS ഉദ്യോഗസ്ഥർ തങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനുകൾ വളരെ കൃത്യതയുള്ളതാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ പ്രതിഷേധക്കാരെ നേരിടാൻ ICEനോട് എന്തും ചെയ്യാൻ പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയെന്നും ഫെഡറൽ ഏജന്റുമാരെ ആക്രമിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ആരെയും അറസ്റ്റ് ചെയ്യാനും ഉത്തരവിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ ഈ കോടതി വിധിയെ അമേരിക്കക്കെതിരായ മറ്റൊരു കലാപമെന്നാണ് വിശേഷിപ്പിച്ചത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം ഈ വിധിയെ പ്രശംസിച്ചു. ഇന്ന് നീതി വിജയിച്ചു എന്നും ഫെഡറൽ ഏജന്റുമാർ ആളുകളുടെ അവകാശങ്ങൾ ലംഘിക്കുകയും വംശീയ വിവേചനം നടത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് ഈ തീരുമാനത്തെ എല്ലാ ലോസ് ഏഞ്ചലീസിനോകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. നിരവധി ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ റെയ്ഡുകളെ സൈനിക രീതിയിലുള്ള ഓപ്പറേഷനുകൾ എന്ന് വിമർശിച്ചു. ട്രംപ് ഭരണകൂടം ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി കാർ വാഷുകൾ, ഹോം ഡിപ്പോ, പാർക്കിംഗ് സ്ഥലങ്ങൾ, ലാറ്റിനോ തൊഴിലാളികൾ എത്തിച്ചേരുന്ന മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. 2025 ജൂൺ ആദ്യം മുതൽ ലോസ് ഏഞ്ചൽസിൽ മാത്രം ഏകദേശം 3000 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പോലുള്ള സിവിൽ റൈറ്റ്സ് സംഘടനകൾ ഈ വംശീയ വിവേചനത്തിനെതിരെയും ഭരണഘടനാ ലംഘനങ്ങൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. US പൗരന്മാരായ ആളുകളെ പോലും തിരിച്ചറിയൽ രേഖ കാണിച്ചിട്ടും തടങ്കലിൽ വെച്ചെന്നും അവർ ആരോപിക്കുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനുകൾ കുടിയേറ്റക്കാരുടെ ഇടയിൽ വലിയ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു, കടകൾ അടച്ചിടുന്നു, കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിക്കുന്നു. നിലവിൽ ഇത് വിളവെടുപ്പ് കാലത്തെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.